സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയ്ക്ക് കൂട്ടിരുന്ന 15-കാരന് രണ്ടാനച്ഛന്റെ മർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രി വളപ്പിൽ ബുധനാഴ്ച വൈകിട്ടാണ് മറ്റ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കൺമുന്നിൽ 15-കാരനെ രണ്ടാനച്ഛൻ തല്ലിച്ചതച്ചത്. ആശുപത്രി അധികൃതർ ഇടപെട്ട തിരുവനന്തപുരം സ്വദേശിയായ രണ്ടാനച്ഛനെ പിടികൂടി പുനലൂർ പോലീസിന് കൈമാറി. കുട്ടിയുടെ കഴുത്തിനും ശരീരത്താകമാനവും മർദ്ദനമേറ്റിട്ടുണ്ട്. പരിക്കേറ്റ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കി. കരവാളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതി കഴിഞ്ഞ 9 ദിവസമായി കാലിലെ മുറിവിന് ചികിത്സയിലായിരുന്നു. ഇന്ന് യുവതിക്ക് ആശുപത്രിയിൽ കൂട്ടിരുന്നത് 15-കാരനായ മകനാണ്. അമ്മയ്ക്ക് ചായ വാങ്ങി മടങ്ങി വരുമ്പോഴാണ് കൺമുന്നിൽപ്പെട്ട കുട്ടിയെ ആശുപത്രി വളപ്പിൽ വെച്ച് രണ്ടാനച്ഛൻ തല്ലിച്ചതച്ചത്. സ്റ്റീൽ പാത്രവും കൈയും ഉപയോഗിച്ച് കുട്ടിയെ തലങ്ങും വിലങ്ങും തല്ലിച്ചതച്ചതായി കുട്ടി പറയുന്നു. ഞാൻ ചായ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അച്ഛൻ അവിടെ നിന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന് അടിച്ചു. ഒരു കാരണമില്ലാതെ അടിച്ചിട്ട് ആ പാത്രം വെച്ച് അടിച്ചു. പിന്നെ അടിച്ചു പിടിച്ചു വെച്ചാൽ വന്നിട്ട് അവര് പിടിച്ചു മാറാതെ പിന്നെ തന്നെ അടിച്ചു. ഇത് ഉപദ്രവിച്ചിട്ടില്ല, ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റാൻ വന്ന് അപ്പം അങ്ങ് പോയിട്ടുണ്ട്. ഇന്ന് പാത്രം വെച്ചടിച്ച് അല്ല ചെവലിൽ ചേർത്ത് വെച്ച് അടിച്ച്. ഇതിന് മുമ്പും നല്ലപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലുമെന്നും വെട്ടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ ആ കാല് വയ്യാതെ കിടക്കുന്നത്. അല്ല, ഇവിടെ നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പോയിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങിയിട്ട് അവസരം കിട്ടിയ പഠിക്കാനായിരുന്നു. നേരത്തെയും കുട്ടിക്ക് നേരെ രണ്ടാനച്ഛന്റെ മർദ്ദന ശ്രമങ്ങളും ഭീഷണിയും ഉണ്ടായിരുന്നതായും നിരന്തരം വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകുന്ന രണ്ടാം ഭർത്താവ് പിന്നീടെത്തി കുട്ടിയെയും തന്നെയും മർദ്ദിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പതിവാണെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. ആദ്യം 2 മാസം ഞങ്ങൾ പിണക്കമായിരുന്നു. ആദ്യം വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടായി. മാർച്ച് 11-ാം തീയതി തൊട്ട് ഇങ്ങനെ ഞങ്ങൾ കേസ് കൊടുത്ത് പുനരത് കേസ് കൊടുപ്പുണ്ടായിരുന്നു. അടിയും വഴക്കും, ഈ കൊച്ചിന്റെ മാനസികമായിട്ട് പീഡനവും, കൊച്ചിന്റെ ഒരാളെ കത്തി കൊണ്ടുവയ്ക്കുകയും അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അതെല്ലാം ക്ഷമിച്ച് കളഞ്ഞിട്ട് അയൽവക്കത്ത് വീട്ടിലാണ് ഞങ്ങൾ 2 ദിവസം കിടത്തിയിരുന്നവര്. എന്നിട്ട് അവരെയും കൂടെ ഇയാൾ പറഞ്ഞ് മാറ്റി ഞങ്ങൾ അവിടെ കയറ്റാതെ ഇതാക്കി. എന്റെ മോൻ എനിക്ക് സുരക്ഷിതന്റെ സ്ഥലം വേണം നോക്കാം. ഞങ്ങൾക്ക് 3 പേർക്കും. ഇനി ഇയാളുടെ കൂടെ താമസിക്കാൻ പോണില്ല. 2 മാസം കൊണ്ട് ഇയാളെ കളഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോ ഇൻഫെക്ഷൻ വാർഡായോണ്ട് ഇവിടെ കുഞ്ഞിനെ കിടത്തത്തില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്തിയതാ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇയാളെ കാര് കണ്ടപ്പോ പറഞ്ഞ് ഞാൻ പോകത്തില്ല, ഞാൻ നോക്കാന്നും പറഞ്ഞ് 2-3 ദിവസം കൊണ്ട് ഇയാൾ നോക്കി നിന്ന്. എന്നിട്ട് കുഞ്ഞിനെ ഇവ അങ്ങ് പോകുമ്പോൾ അയാൾ വരും. അയാൾ വരുമ്പോ അയാളെ കാണാതെയാണ് ഇയാളെ കൊച്ചു എനിക്ക് ഡ്രസ്സും കഴുകിക്കൊണ്ട് തന്നിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോകുന്നത്. ഇന്നവൻ പോവായിരുന്നപ്പോ ഞാനാ പറഞ്ഞ പോണ്ട മക്കളെ. ഇയാള് 3-4 പ്രാവശ്യം വിളിച്ച് മക്കളെ നീ കയറി വാ, ഇല്ലെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ പോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല, ഇനി ഇങ്ങോട്ട് കയറിയിട്ട് ഞാൻ പോവാന്നും പറഞ്ഞ് എന്റെ കൊച്ചു നിന്നതാണ്. എനിക്ക് ചായ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി പോയതാണ്. രാവിലെ തൊട്ടേ കൊച്ചിന്റെ തുണിയെല്ലാം വാരിക്കെട്ടി ഇയാള് പോവാനായിട്ട് നിന്നിട്ട് അങ്ങനെ പോയില്ല. ഇവനെ അടിക്കുമെന്നും പറഞ്ഞ് കാത്തിരുന്നതാണ്. ഇതിനു മുമ്പ് വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. അവനെ കത്തി എടുത്ത് കൊലകളെ കുത്താൻ വെച്ച് അന്ന് ഞങ്ങൾ കേസ് കൊടുത്ത്, ഏരൂര് കൊണ്ട് കേസ് കൊടുത്ത്, ഇവിടെ കൊണ്ട് കേസ് കൊടുത്ത് അന്നും പിടിച്ചോണ്ട് പോയി. ഈ സാറ് തന്നെ അന്ന് വന്നത് വീട്ടിൽ. പുനലൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രണ്ടാനച്ഛനെതിരെ ബാലപീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പുനലൂർ പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശികളായ കുട്ടിയുടെ കുടുംബം ഇപ്പോൾ കരവാളൂരിലാണ് താമസിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.